മഴയുള്ളപ്പോൾ രാത്രികാലങ്ങളിൽ വണ്ടി ഓടിച്ചു പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. പ്രത്യേകിച്ച് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ഹൈ ബീം ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ അതേ ട്രാക്കിൽ നമുക്ക് പുറകിൽ വരുന്ന വാഹനവും ഹൈ ബീം ഇട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ അമിത പ്രകാശം നമ്മുടെ റിയർ വ്യൂ മിററിലോ സൈഡ് വ്യൂ മിററിലോ ഒക്കെ തട്ടി നമ്മളെ ബ്ലൈൻഡാക്കി കളയാറുണ്ട്. അങ്ങനെ ഒത്തിരി അപകടങ്ങൾ പറ്റിയിട്ടുമുണ്ട്. നമ്മുടെ ബന്ധങ്ങളിലും ഇത്തരമൊരു ഹൈ ബീം പ്രവണത ഉണ്ടാകാറുണ്ട്. നമ്മുടെ അമിതമായ സ്നേഹവും പരിഗണനയും കെയറിങ്ങും ഒക്കെ നമ്മുടെ സ്നേഹിതർക്ക് ഒരു ടോക്സിക്കായി മാറുന്നുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള ബന്ധങ്ങളെ സ്നേഹമെന്ന പവിത്ര പദം കൊണ്ട് പൊതിയുന്നതിനേക്കാൾ നല്ലത് അതിനെ തിരുത്തുന്നതല്ലേ? യഥാർത്ഥ സ്നേഹബന്ധം ഒരിക്കലും വീർപ്പുമുട്ടിക്കുന്നതല്ല. സ്നേഹിതർക്ക് സ്വതന്ത്രമായി സംസാരിക്കാനും ഇടപെടാനുമുള്ള ഒരു സ്പേസ് ഇടുന്നത് കൂടിയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നിടണമെന്ന് പറയാറില്ലേ? ഈ തുറന്നിട്ട ഹൃദയം ആരെയും തളച്ചിടാനുള്ളതല്ല, അവർക്ക് സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങിപ്പോകാൻ കൂടിയുള്ളതാകണം. സ്നേഹിച്ചതിൻ്റെയും ക്ഷമിച്ചതിൻ്റെയും ഒക്കെ കണക്ക് പറഞ്ഞ് നമ്മൾ നമ്മുടെ സ്നേഹിതരെ തളർത്തിക്കളയാറുണ്ട്. അതാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയ അടിമത്തം. നിസാര കാര്യങ്ങളുടെ പുറത്ത് നമ്മൾ കൊടുക്കുന്ന അമിതമായ ഉത്തരവാദിത്വം നമ്മുടെ സ്നേഹിതരെ അടിമകളാക്കി തീർക്കുമല്ലേ? ദൈവം മനുഷ്യനെ സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിച്ച് സൃഷ്ടാവിൻ്റെ അധികാരം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഒന്നും വീർപ്പുമുട്ടിച്ചിട്ടില്ല. അവന് സ്വയം തീരുമാനിക്കാനും തിരഞ്ഞെടുക്കാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം കൂടി നൽകിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്നേഹിതർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം സ്വാതന്ത്ര്യമാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ സ്നേഹഗീതത്തിൽ പൗലോസ്ലീഹ ഒരു കാര്യം പറയുന്നുണ്ട്: സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല എന്ന്. സ്നേഹിക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ സ്നേഹിതരോട് നമ്മൾ ഉചിതമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതൊരിക്കലും സ്നേഹമാകുന്നില്ല, മറിച്ച് സ്വാർത്ഥതയാണ്. നമുക്ക് നമ്മുടെ സ്നേഹിതരെ സ്നേഹിക്കാൻ ആരംഭിക്കാം.